ഹലോ എല്ലാവർക്കും എയർജോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ നമ്മൾ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. എബ്രഹാം ഓസ്ലർ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ സ്പോയിലർ ആയേക്കാം കേട്ടോ, അതെനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡീസന്റ് ട്രെയിലർ, നല്ലൊരു ത്രില്ലർ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ, ഡീസന്റ് ട്രെയിലർ. ഓവർ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് നൽകുന്നില്ല കേട്ടോ ഈ ഒരു ട്രെയിലർ. അപ്പൊ എന്നാലും എനിക്ക് ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ജയറാമേട്ടന്റെ ക്യാരക്ടർ ഇൻസെമിനിയ എന്ന അസുഖം ഉള്ള ആളാണ്. അത് ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉറക്കമില്ലായ്മ ഉള്ള ഒരാളാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് ഭൂതകാലം, ബാഡ് പാസ്റ്റ് ആണ്. അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ഭൂതകാലം ഉള്ള ഒരാളാണ് ജയറാമേട്ടൻ എന്ന് ഈ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. ഭൂതകാലം അക്സെപ്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ ആ ഒരു അസുഖം മാറത്തുള്ളൂ എന്ന്. ഓക്കെ, ഡോക്ടറിന്റെ ക്യാരക്ടർ ചെയ്യുന്നത് സായ് കുമാർ ആണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരാള് പിന്നെ വേറൊരു കേസിലേക്ക് എത്തിപ്പെടുന്നതായിട്ടാണ് സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ഏതോ ഒരു കേസിലേക്ക് ഇങ്ങനെ ഈ ഒരു കേസിന്റെയും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാള് ഈ ഒരു കേസിലേക്ക് എത്തിപ്പെടുന്നത് തീർച്ചയായിട്ടും ഇതേ കണക്കത്തെ പല ത്രില്ലർ നമ്മളെ മെമ്മറീസിലൊക്കെ കണ്ടതാണ്. അപ്പൊ അതേ കണക്ക് എന്തോ ഒരു സംഭവം ഇതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ക്ലീശേ സംഭവമാണ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ക്ലീശേ സാധനമാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അപ്പൊ അങ്ങനെ ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ജയറാമേട്ടൻ ഒരു പ്രത്യേക കേസ് വന്നപ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സിന്റെ ഒക്കെ ആവശ്യപ്രകാരം ഈ ഒരു കേസിൽ ഇൻവോൾവ് ആകുന്നതായിരിക്കാം. അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മുടെ സിദ്ദിഖിക്കയുടെ സൗണ്ട് ട്രെയിലറിൽ മുഴുനീളമായിട്ട് കേൾക്കുന്നുണ്ട്. നല്ല ഗാംഭീര്യമായിട്ടുള്ള ഒരു ശബ്ദം അല്ലേ, അതൊരു ഒരു ഒരു വില്ലൻ സംസാരിക്കുന്ന ടോണിലാണ് സിദ്ദിഖിക സംസാരിക്കുന്നത്. ചിലപ്പം ഈ ഒരു വില്ലൻ കാരണമാണ് ജയറാമേട്ടന്റെ ക്യാരക്ടർ ഈ ഒരു കേസ്, സിനിമയിൽ നടക്കുന്ന ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിലേക്ക് ഇൻവോൾവ് ആകുന്നത്. അങ്ങനെ ഒരു തോന്നലും കൂടെ എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഉണ്ടായതാണ്. ഇനി ട്വിസ്റ്റ്, ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ ഭാവിയിൽ നല്ല കട്ട സ്പോയിലർ ആയേക്കാം. അപ്പൊ എന്തായാലും ഞാൻ പറയണം, എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ത്വര. ഈ ഒരു സിദ്ദിഖിക്കയുടെ ലാസ്റ്റ് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഡെവിൾസ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു ഡയലോഗ്, നിങ്ങൾ അത് റിപ്പീറ്റ് അടിച്ച് കേട്ടു നോക്കുക. ഡെവിൾ എന്ന് പറയുന്നത് വരെ സിദ്ദിഖിക്കയുടെ സൗണ്ട്, അത് കഴിഞ്ഞിട്ട് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ടിൽ നമ്മുടെ മമ്മൂക്കയുടെ സൗണ്ടാണ് കേൾക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഇട്ടിട്ട് കേട്ട് 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 നോക്കിയിട്ടും എനിക്കത് ആ ഒരു ഭാഗം മാത്രം മമ്മൂക്കയുടെ വോയിസ് ആയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ചിലപ്പോൾ സിദ്ദിഖിക്കയുടെ സൗണ്ട് മാറ്റി ജയറാമേട്ടനെ കോൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ആകാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നാളെ ഇത് സ്പോയിലർ ആയിട്ട് എന്നെ വന്ന് തെറി വിളിക്കരുത്. എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പം തോന്നിയ ഒരു കാര്യം, തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാവർക്കും തോന്നാവുന്ന കാര്യമാണ്, എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെ എനിക്കൊരു അങ്ങനെ ഒരു തോന്നലും കൂടെ എനിക്കുണ്ടായി. അപ്പം പിന്നെ അർജുൻ അശോകന് ബിരിയാണി മേടിച്ചു കൊടുക്കുന്നു, ജയിലിൽ പോയി കാണുന്നു. അത് തമ്മിൽ എന്താ ബന്ധമൊന്നും അറിയത്തില്ല കേട്ടോ, കാരണം കഥ നമുക്ക് മൊത്തം അറിയത്തില്ല. അത് തന്നെ സിനിമ തന്നെ പോയി കാണണം. അപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും മമ്മൂക്ക വില്ലൻ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം സിദ്ദിഖിക്കയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും ആ പറയുന്ന കാര്യങ്ങളും ഒക്കെ കേട്ട് നോക്കുമ്പോഴത്തേക്കും ജയറാമേട്ടനെ ഈ ഒരു കേസിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വില്ലൻ നടത്തുന്ന ഒരു ശ്രമമായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ആ ജയറാമേട്ടന്റെ ക്യാരക്ടറിന്റെ പാസ്റ്റുമായിട്ടും ഈ ഒരു വില്ലന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാം കൂടി കൂട്ടിയും കിഴിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വില്ലനായിട്ട് വരാൻ പോകുന്നത് മമ്മൂക്കയാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ആയിരിക്കാം, അല്ലായിരിക്കാം, ഒന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് മൈൻഡിൽ കൂടെ പാസ് ചെയ്ത് പോയൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വലിയ ഡീകോട്ടറും കാര്യമൊന്നുമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് പറയുക. ഓക്കെ, ആരും വന്ന് തെറിയൊന്നും വിളിക്കരുത്, സ്പോയിലർ പറഞ്ഞെന്നും പറഞ്ഞിട്ട്. എനിക്ക് അറിയത്തില്ലടേ, എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.